എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് മലയാള സിനിമയിൽ ഇന്ന് നടക്കുന്നത്? വീണ്ടും ഒരു വൻപൻ സിനിമയുമായി ലാലേട്ടൻ ബോക്സ് ഓഫീസ് കുലുക്കാൻ ഒരുങ്ങുമ്പോൾ ആ ഒരു ബോക്സ് ഓഫീസ് കുലുക്കത്തിന് ആക്കം കൂട്ടുവാൻ വേണ്ടി കേരള ഫിലിം ചേംബറും പ്രൊഡ്യൂസർമാരും ഇന്ന് നിർമ്മാതാക്കൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പ്രതിഷേധം ശരിക്കും എമ്പുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ? ഈ ഒരു സംശയം പല സിനിമാ പ്രേമികൾക്കിടയിലുമുണ്ട്. പല ലാലേട്ടൻ ഹേറ്റേഴ്സും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിലെത്തിയ മലയാളത്തിലെ അക്കാലത്തെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമ റിലീസിനൊരുങ്ങുന്ന സമയത്തും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഫിലിം ചേംബറിൽ നിന്നും ഇത്തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ആ ഒരു സിനിമക്ക് നല്ലൊരു മൈലേജും ഈ ഒരു സമരങ്ങളിലൂടെ ലഭിച്ചിരുന്നു. ആ ഒരു കാഴ്ച തന്നെയാണ് ഈ വരുന്ന മാർച്ച് 27-ന് ലാലേട്ടന്റെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ ആ ദിവസം തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു നേരത്തെ നമ്മൾ കേട്ട അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അന്നേ ദിവസം സൂചനാ പണിമുടക്ക് നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എമ്പുരാൻ എന്ന സിനിമ വാർത്തകളിലൂടെയും പല സോഷ്യൽ മീഡിയ സംബന്ധമായ സാങ്കേതിക വിദ്യയിലൂടെ തുടരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, മലയാളത്തിൽ നിന്നും വരുന്ന ഏറ്റവും ചിലവേറിയ ചിത്രമാണ് എമ്പുരാൻ. അതിന് അതിൻ്റെതായ പ്രൊമോഷൻ നൽകേണ്ടി വരും എന്ന് വിചാരിച്ച് ചിത്രത്തിന് ഇത്തരത്തിലുള്ളൊരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം, അതായത് പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം ഈ ഒരു നിർമ്മാണ കമ്പനിക്കുണ്ടോ? ഇത്ര വലിയ ബഡ്ജറ്റിൽ ഈ ഒരു ചിത്രം ഒരുക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ കോസ്റ്റും എത്രത്തോളം ഉണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ തന്നെ നിശ്ചയദാർഢ്യം ഉണ്ടാകും. പിന്നെ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരങ്ങൾ ആ ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബോണസ് ആണ്. അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സമരം ഇത്രമേൽ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്താണ്. കാരണം ഈ അടുത്തടുത്ത് വരുന്ന, അതായത് മാർച്ച് 27-ന് എമ്പുരാൻ എത്തുമ്പോൾ ഏപ്രിൽ 10-ന് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ഗെയിം ത്രില്ലറും എത്തുകയാണ്. ഈ ഒരു ടൈമിൽ ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിച്ചാൽ, കാരണം ഈ രണ്ട് ചിത്രങ്ങളും വൻപൻ ബജറ്റിൽ തന്നെയാണ് മലയാളത്തിൽ എത്തുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ തിയേറ്ററിൽ സമരം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു ചിത്രങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി അത് വലുതാകുമെന്ന് അവർക്കറിയാം. അതോടൊപ്പം ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാവ് ജി സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വിവാദത്തിന് കാരണമായ ഫേസ്ബുക്ക് പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയുമായി ആലോചിച്ച ശേഷമാണ് ഈ ഒരു പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ ഡിലീറ്റ് ആക്കിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമകളുടെ നിർമ്മാണ ചെലവ് വൻതോതിൽ കൂടിയെന്നും താരങ്ങളുടെ പ്രതിഫലം കുറക്കണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിർമ്മാതാക്കളുടെ ഈ ഒരു ആവശ്യത്തോട് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? പിന്നെ ആദ്യം നമ്മൾ ചോദിച്ചതുപോലെ തന്നെ എമ്പുരാന്റെ പ്രൊമോഷന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള സമരങ്ങളുമായി ഈ ഒരു നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വന്നത്? എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.